മോഹൻലാലാണ് പറഞ്ഞത്, രവിയേട്ട ഈ ഇടിക്കാരൻ രവിയേട്ടന് മാത്രമേ വരുള്ളൂ. ശ്രീകുമാരാണ് ആദ്യം പാടിയത്. എപ്പോഴും CD-യിലൊക്കെ ശ്രീകുമാറിൻ്റെ പാട്ട്. അവിടെ എന്താ ഒരു പ്രശ്നം വെച്ചാൽ ഇത് കുറച്ചുകൂടി സുഖിപ്പിക്കണം, കുറച്ചുകൂടി നന്നാക്കണം എന്നുള്ള ഇതിൽ കുറച്ചുകൂടെ ലളിതമായിട്ടാണ് ശരിക്കും ഒരു സേകുട്ടൻ അത് എടുത്ത് പാടിയിരിക്കുന്നത്. സിറ്റുവേഷന് ചേരുന്നതല്ല. ഒരു കിളി പാട്ട് മൂളവേ മറുകിളിയേറ്റു പാടുമോ. ആ ചേട്ടൻ പാട്ട് നിർത്തി, അദ്ദേഹത്തിന് മതിയായി, ഇനി ഞാൻ പാട്ട് പാടുന്നില്ല സിനിമയിൽ, ഇനി ഞാൻ കച്ചേരി മാത്രമേ ചെയ്യുന്നുള്ളൂ ഒന്ന് പിൻവാങ്ങിയിരുന്നൊരു സമയമാണ്. രവിയേട്ടന് ഈ മഴ വലിയ ഇഷ്ടമാണ്. രവിയേട്ടൻ ഒരു പാട്ടുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഒരു ചാറ്റൽ മഴയിൽ തുടങ്ങി പതിയെ വളർന്ന് പിന്നെ അത് ഹൈയിൽ പോയി ആ ഉച്ചസ്ഥായിൽ പോയിട്ട് പിന്നെ താഴേക്ക് വരിക, ഒരു രീതി. ആ ഒരു പരീക്ഷണമാണ് 7 സ്വരങ്ങളും. ഈ ഇടയ്ക്ക് നമ്മുടെ ബാലേന്ദ്രൻ അതിൻ്റെ അവകാശം ഏറ്റെടുക്കുന്നുണ്ട്. ഒരിക്കലും അല്ല ഞാൻ അങ്ങനെ പറഞ്ഞു, അങ്ങനെ വേണമെന്ന് പറഞ്ഞു, ഒരിക്കലും അല്ല. ആ സുഗമോ ദേവിയുടെ കാര്യം പറയുമ്പോൾ അതിൻ്റെ തമാശ പറയുകയാണെങ്കിൽ ദാസേട്ടൻ ഇങ്ങനെ അമേരിക്കയിലിരുന്ന് വിളിക്കും, സുഗമോ രവി എന്ന് ചോദിച്ചിട്ടുണ്ട്, സുഗമാണോ ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ ആ പാട്ട് പാടും. അപ്പം എന്നോട് നീയേ ആ ശോഭയ്ക്ക് സുഖമോ ശോഭ എന്നൊന്ന് പാടിക്കൊടുത്തേ. ദാസേട്ടൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാരണം ഇവർക്ക് ആർക്കും പ്രശോഭിക്കാൻ പറ്റുന്നില്ല എന്ന് എല്ലാവർക്കും ഒരു അതെ. ആ സമയത്ത് ഒരു സംഭവം എന്ന് വെച്ചാൽ കമലാണല്ലോ ഡയറക്റ്റ് ചെയ്തത്. രവിയേട്ടനും കൈതപ്പുറത്തും കൂടെ എന്തോ ചെറിയൊരു സൗന്ദര്യമുണക്കത്തിലായിരുന്നു. കൈതപ്പുറത്ത് പടം ചെയ്യില്ല എന്നങ്ങ് തീരുമാനിച്ചു രവിയേട്ടൻ. കൈതപ്പുറം അവിടെയും രവിയേട്ടൻ ഇവിടെ ഇരുന്ന് ഫോണിലൂടെ രവിയേട്ടൻ പറഞ്ഞു കൊടുക്കുകയും തങ്ങളിൽ കാണാൻ ചെയ്ത പാട്ടാണ് ഏതോന്ന് എതിരുന്ന പാട്ട്. ഇപ്പോഴത്തെ മ്യൂസിക് ഡയറക്ടർക്ക് ഹോങ്കോങ്ങിൽ പോയാലേ ട്യൂൺ വരുള്ളൂ, സ്വിറ്റ്സർലൻഡിൽ പോയാലേ വരുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒന്നും ഒരു പ്രശ്നവും ഇല്ല. എവിടെ ഒരു മുറി വേണം, ഒരു AC മുറി വേണം, ഒരു 555 പാക്കറ്റ് സിഗരറ്റ് വേണം, ഫോൺ വേണം, മസ്റ്റ് ശോഭയെ വിളിക്കണം, നിമിഷം വിളിച്ചുകൊണ്ടിരിക്കും. സൗവർണികാമൃതം ഉണ്ട്, പക്ഷെ അതോടൊപ്പം തന്നെ കുടജാദ്രിയിൽ നമുക്ക് ഒഴിവാക്കാൻ, ഭക്തിഗാനങ്ങളുടെ ശ്രേണിയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്തൊരു പാട്ടാണ്. തീർച്ചയായിട്ടും ഇന്നും മൂകാംബിയിൽ എന്നും ഇടുന്ന പാട്ടാണ്. ചിത്രയാണത് പാടിയത്, ഫീമെയിൽ സോങ് ആയിരുന്നു. അതുകൊണ്ട് അത് പാടി കേട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ ദാസേട്ടൻ പാടണമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ദാസേട്ടൻ്റെ വേർഷനാണ് ഹിറ്റായത്. ഈ മാഷ് ചെയ്ത പാട്ടുകൾ ഓരോന്നും ആദ്യം കേൾക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായത്. അത് വേറെ ലെവലാണ്. ഒരുപാട് പാട്ടുകൾ എക്സ്പ്ലോർ ചെയ്യേണ്ടതുണ്ട്. പക്ഷെ ഞാൻ ചാടിയിട്ട് പ്രമദവനത്തിലേക്ക് പോവേണ്ടതുണ്ട്. വേറൊന്നുമല്ല, ഈ പാട്ട് വളരെ പ്രധാനമാണ്. ആ സിനിമ തന്നെ വളരെ പ്രധാനമായിരുന്നു. നാദരൂപിണിക്ക് MG ശ്രീകുമാറിന് നാഷണൽ അവാർഡ് കിട്ടിയ പാട്ടും കൂടിയാണ്. ആ സമയത്ത് ഞങ്ങളൊക്കെ സംസാരിക്കുമായിരുന്നു, പ്രമദവനം പോലൊരു അസാധ്യമായ പാട്ട് അതിനകത്ത് ഉണ്ടായിരുന്നു, പക്ഷേ നാദരൂപിണിക്ക് അവാർഡും കിട്ടി. അതേപോലെ തന്നെ 90-കൾ എന്ന് പറയുന്നത് കൈതപ്രത്തിൻ്റെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രവീന്ദ്രൻ മാഷിൻ്റെ ഒരു കാലവും കൂടിയായിരുന്നു. എല്ലാ പാട്ടുകളും ഹിറ്റായിരുന്നു. അമരം ഹിറ്റായിരുന്നു, ഹിസൈനസ് അബ്ദുള്ള സൂപ്പർ ഹിറ്റാണ്, ഭരതം മഴയത്ത് മുമ്പേ ഹിറ്റായിരുന്നു. അപ്പോൾ ഒരു കൂട്ടം പാട്ടുകളൊക്കെ കൈതപ്രവും രവീന്ദ്രൻ മാഷും കൂടെ ചേർന്ന് തന്നിട്ടുണ്ട്. ഒരുപക്ഷെ അതിനുശേഷമൊക്കെ ഗിരീഷ് പുത്തഞ്ചേരിയൊക്കെ വരുന്നതിന് മുമ്പ് യേശുദാസിനെയും മോഹൻലാലിൻ്റെയും കൈതപ്രത്തിൻ്റെയും രവീന്ദ്രൻ മാഷിൻ്റെ ഒരു കൂട്ടുകെട്ടുണ്ട്. അസാധ്യമായ പാട്ടുകളുണ്ടായ ആ കാലഘട്ടം കൂടെ ഒന്ന് ഓർക്കും. 90. തീർച്ചയായിട്ടും 86, 87 മാഷിന് കുറച്ച് തമിഴ് പടങ്ങൾ ഉണ്ടായിരുന്നു. തമിഴ് പടങ്ങൾ ചെയ്ത് മലയാളത്തിൽ കുറച്ച് പടങ്ങൾ കുറവായിരുന്നു. അപ്പോൾ 89-ലാണ് ശരിക്കും പറഞ്ഞാൽ എ ഓട്ടോ എന്നുള്ളൊരു പടം, എ ഓട്ടോ വന്നു. അതോടുകൂടി അത് ബിച്ചു തിരുമല വേണുനാളെ ചേട്ടൻ ചെയ്ത പടം വന്നിട്ട് അതിനുശേഷം പ്രണവം എന്നൊരു കമ്പനി മോഹൻലാൽ ആരംഭിച്ചപ്പോൾ ആദ്യം ചെയ്ത പടമാണ്, പ്രണവാട്സിൻ്റെ അകത്ത പടമാണ് ഹിസൈനസ് അബ്ദുള്ള. അപ്പോൾ അവർ മാഷിനെയാണ് തീരുമാനിച്ചത്. അവർക്ക് സംഗീത പ്രാധാന്യമുള്ള ഒരു സിനിമ ആയ സമയത്ത് മോഹൻലാലിൻ്റെ മനസ്സിൽ മറ്റൊന്നും വന്നില്ല, രവീന്ദ്രൻ മാഷാണ് വന്നത്. ശരിക്കും പറഞ്ഞാൽ അതിന് മുമ്പ് സമയങ്ങളിലൊക്കെ മാഷ് പലതരപ്പെട്ട പാട്ടുകളും ചെയ്തിട്ടുണ്ട്, ഒരുപാട് പാട്ട്. എങ്കിലും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഈ ഒരു ഹിസൈനസ് അബ്ദുള്ള മാഷിൻ്റെ സംഗീതത്തിൻ്റെ ശൈലി വേറെയാണ്. നമ്മൾ പറയാറുണ്ട് പ്രൗഢ സംഗീതം എന്ന് പറയും. ഒരു പ്രൗഢത വന്നിട്ടുണ്ട്. ആദ്യം അങ്ങനെയല്ല, കുറച്ച് ലോക്കൽ പാട്ടുകളും ഒക്കെ അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്, ഓരോ കമ്പനികൾക്ക് വേണ്ടി ചെയ്യുന്നത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് ശേഷമുള്ള മാഷിൻ്റെ പാട്ടിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും മാഷ് പിന്നെ അങ്ങനത്തെ ഒരു നിലവാരം കുറഞ്ഞ പാട്ടുകൾ അല്ലെങ്കിൽ ചെയ്തിട്ടില്ല, അധികമൊന്നും ചെയ്തിട്ടില്ല, എന്നാലും വളരെ കുറവായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ചില പേരുടെ നിർബന്ധത്തിന് വഴങ്ങിയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, അങ്ങനെയാണ്. പക്ഷേ ഈ ഒരു പടത്തിന് കഴിഞ്ഞതിന് ശേഷം മാഷിൻ്റെ ഓരോ പാട്ടുകൾ ശ്രദ്ധിച്ചാൽ അറിയാം മാഷ് വേറൊരു തലത്തിലേക്ക് പോയ പാട്ടുകളാണ് അല്ലേ ഹിസൈനസ്തുള്ള. ഹിസൈനസ് പറയുമ്പോൾ ദാസേട്ടൻ തന്നെ അതറിയാമല്ലോ എല്ലാവർക്കും. ദാസേട്ടൻ പാട്ട് നിർത്തി, അതായത് എല്ലാ സിനിമാ ഗാനങ്ങളും ഒരേപോലെ ഗാനങ്ങൾ പാടി അദ്ദേഹത്തിന് മതിയായി, ഇനി ഞാൻ പാട്ട് പാടുന്നില്ല സിനിമയിൽ, ഇനി ഞാൻ കച്ചേരി മാത്രമേ ചെയ്യുന്നുള്ളൂ ഒന്ന് പിൻവാങ്ങിയിരുന്നൊരു സമയമാണ്. ദാസേട്ടൻ എല്ലാ ഇൻ്റർവ്യൂവിലും ഇത് പറയാറുണ്ട്. അങ്ങനെ ആ മാറുന്ന സമയത്താണ് ഈ ഹിസൈനസ് അബ്ദുള്ള രവിയേട്ടന് ഈ പ്രണവ് ആർട്സിൻ്റെ മോഹൻലാൽ വിളിച്ചിട്ട് ഇങ്ങനെ ഈ പടത്തിനെ പറ്റി പറയുന്നത്. അപ്പോൾ അതൊരു കഥ കേൾക്കുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ, കഥ കേൾക്കുമ്പോൾ രവിയേട്ടൻ മനസ്സിലാ ഒരു എന്തായിരിക്കും വേണ്ടെന്നൊരു അപ്പോഴത്തേനൊരു ഭാവന വന്നിട്ടുണ്ടാവും.
ശരിയാണ്. അപ്പോൾ കഥ അത്രയ്ക്ക് നല്ലൊരു സീരിയസ് കഥയാണ്. ഒരു എന്താ പറയുക, അങ്ങനെ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൽ ദാസേട്ടൻ പാടില്ലെങ്കിൽ ഇങ്ങനെ ദാസേട്ടൻ പാടി രവിയേട്ടൻ മനസ്സിൽ കാണുന്നത് ദാസേട്ടനെയാണ്. ദാസേട്ടൻ ഇല്ലാതെ രവിയേട്ടന് കമ്പോസും ചെയ്യാൻ പറ്റില്ല. ഓരോ പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ ദാസേട്ടനാണ് മനസ്സിൽ. അതുകൊണ്ട് തന്നെ ദാസേട്ടൻ പാടിയിൽ രവിയേട്ടന് തൃപ്തി വരില്ല. അപ്പോൾ ഈ ഒരു പാട്ടും ചെയ്യുമ്പോൾ ദാസേട്ടൻ ഇങ്ങനെ പിൻവാങ്ങിയിരുന്നു. ദാസേട്ടനോട് പോയി പറഞ്ഞു, പ്രമോദവനാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യുന്നത്, കമ്പോസ് ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞു ദാസേട്ട. ഇവിടെ ദാസൻ പറഞ്ഞു ഇല്ല, ഞാൻ പാടുന്നില്ല എന്ന് തീരുമാനിച്ചിട്ട് കുറച്ച് നാളത്തേക്ക് പാടുന്നില്ല. ഇല്ല, പാട്ടൊന്ന് കേട്ട് കഴിഞ്ഞു ദാസേട്ടൻ തീരുമാനിക്കുക. ഇത് ദാസേട്ടൻ പാടില്ല, ഞാനീ പടം ചെയ്യില്ല. രവിയേട്ടൻ്റെ ഒറ്റ പറച്ചില്ലതാണ്, ദാസേട്ടൻ പാടുന്നില്ലെങ്കിൽ ഞാനീ പടം ചെയ്യൂല, അത്രയേ ഉള്ളൂ എന്ന് വിളിച്ചു. എനിക്ക് നല്ലൊരു ചാൻസ് കിട്ടിയേ പ്രണവാഴ്സിൻ്റെ പടം, ഇത്ര നല്ല വലിയ കമ്പനി, അതുപോലെ നല്ല സിറ്റുവേഷനുള്ള പാട്ട് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനുള്ള പടം ഒക്കെയാണ്. പക്ഷെ ദാസേട്ടൻ പാടുന്നില്ലെങ്കിൽ ഞാനിവിടെ ഡ്രോപ്പ് ചെയ്തോ എന്നിട്ട് ചെയ്യുന്ന പറഞ്ഞിട്ട് അങ്ങനെയാണ് ദാസനെ കൊണ്ട് നിർബന്ധിച്ച് ആ പാട്ട് കേൾപ്പിക്കുന്നത്. കേട്ട് കഴിഞ്ഞാൽ പിന്നെ ദാസേട്ടനെ പാടാതിരിക്കാൻ പറ്റുമോ? പക്ഷെ ദാസേട്ടൻ്റെ ഇത് മുഴുവൻ പുറത്തു വരാൻ പറ്റുന്ന പാട്ടാണ് അത്. ദാസേട്ടൻ്റെ ശരി കുറച്ച് തന്നെ തെളിയിക്കാൻ, ദാസൻ തെളിയിക്കേണ്ടെന്ന് ആവശ്യമില്ല, അദ്ദേഹം ഓൾറെഡി തെളിയിച്ച് കഴിഞ്ഞു, ഒരുപാട് തെളിയിച്ച് കഴിഞ്ഞു. എങ്കിലും ആ സമയത്ത് ദാസേട്ടൻ അങ്ങനത്തെ ഒരു പാട്ടിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഇന്നും അദ്ദേഹമല്ല, നമ്മളെ പ്രേക്ഷകരാണെങ്കിലും ശരി, ശ്രോതാക്കളാണെങ്കിലും ശരി, ഏറ്റവും എടുത്ത് പറയുന്ന പ്രമോദവനാണ് അല്ലേ. അദ്ദേഹത്തിന് മാത്രമേ അങ്ങനെ ഫലിപ്പിക്കാൻ പറ്റുള്ളൂ അല്ലേ, പാടി അതിൽ. അങ്ങനെ നമുക്കിനി അത് വേറെ ആരും പാടണ്ട. അല്ല ശരിക്കും വേറെ നമ്മൾ ആര് പാടിയാലും എവിടെയും ഒരു പോയിന്റ് താഴെയായിരിക്കും, അല്ലാതെ പറ്റില്ല. ഇപ്പൊ ദാസേട്ടനാണ് അങ്ങനെ നിൽക്കുന്നത്, അത്രയും പൊസിഷനിലേക്ക് ഇതുവരെയ്ക്കും ആർക്കും എത്താൻ പറ്റില്ല. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഓരോരുത്തർ മറ്റ് സിംഗേഴ്സൊക്കെ ചിലപ്പോഴൊക്കെ ശരി ഇങ്ങനെ ചില പരാതികളൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ശരി, വന്നിട്ട് ദാസേട്ടൻ ഇങ്ങനെ എല്ലാം. പക്ഷെ നമ്മൾ അങ്ങനൊന്നും പറയാൻ പാടില്ല. ശരിക്കും പറയുന്നത് അവർക്കുള്ള കഴിവുകൾ അങ്ങനെ എക്സ്പോസ് ചെയ്യാൻ ശ്രമിക്കുക, നമ്മൾ ബീറ്റ് ചെയ്ത് വരിക. അല്ലാതെ ഒരാൾ താന്ന് കൊടുത്തിട്ട് നമ്മൾ മേലെ വരുമെന്ന് പറഞ്ഞിട്ട് എന്താ അർത്ഥം അല്ലേ? ഞാൻ പാടത്തിലുണ്ട്, നിങ്ങൾ പാടിക്കുമെന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്കെന്ത് വിജയം? ഒരു വിജയമില്ലല്ലോ. നമ്മളത് ബീറ്റ് ചെയ്ത് മേലെ വരാൻ ശ്രമിക്കാൻ വിട്ടിട്ട് ഓരോരുത്തരും ഇങ്ങനെ പറയും ഇദ്ദേഹം നിൽക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് വരാൻ പറ്റാത്തതെന്നുള്ളത്. ഇടയ്ക്കുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു, ഞാൻ പറഞ്ഞില്ല, ഈ പ്രമോദമൊക്കെ വരുന്നതിന് മുമ്പ് ഉള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. മറ്റു സിംഗേഴ്സിനൊക്കെ ദാസേട്ടൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാരണം ഇവർക്ക് ആർക്കും പ്രശോഭിക്കാൻ പറ്റുന്നില്ല എന്ന് എല്ലാവർക്കും ഒരു പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ രജനീഷ്? അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ശ്രമിക്കണം അതിനൊക്കെ മേലെ വരാൻ. ആ പടത്തിന്റെ സിറ്റുവേഷനിൽ കൈതപ്രം കൂടെ അഭിനയിക്കുകയൊക്കെ ചെയ്തു. അതേപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സീനാണ് ഈ അമരത്തിലെ വികാരനൗകയുമായി. അതിനകത്ത് കണ്ണീരുപ്പ് കലർന്നൊരു മണലിൽ വേളിപ്പുടവൊരുങ്ങി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ മണൽ ഇങ്ങനെ ചേർത്ത് മമ്മൂക്ക പിടിക്കുന്ന സമയത്ത് ഇത് മ്യൂസിക് ആണോ, പിക്ചറാണോ, അതെ മമ്മൂക്കയാണോ, അത് കൈതപ്രത്തിന്റെ എഴുത്താണോ, ഇത് ഏതാണെന്ന് അറിഞ്ഞുകൂടാ. എന്താ പറയാ, അത് ഒരു കലയുടെ ലയനം എന്നൊക്കെ പറയില്ലേ, അസാധ്യമായിട്ട് വന്നിട്ടുള്ളത്. അത് വേണമല്ലോ, മൂന്ന് ചേരുമ്പോഴാണല്ലോ. അതായത് ഒരു പാട്ട് നമ്മളെപ്പോഴും പറയേണ്ട ഒരു പാട്ട് മനോഹരമാകണമെങ്കിൽ പ്രത്യേകിച്ച് ഇവരുടെ 3 പേരുടെ ഡയറക്ടർ സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞു. ഡയറക്ടർ പിക്ചറൈസിങ് തീർച്ചയായിട്ടും പിക്ചറൈസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു പാട്ടിന് അല്ലാതെ റെക്കോർഡിങ്ങിൽ നോക്കുന്ന സമയത്ത് ലിറിക്കും മ്യൂസിക്കും ആലാപനവും ഇത് 3 കൂടെ ഇഴുകി ചേരുമ്പോഴേ ആ പാട്ട് ഏറ്റവും മനോഹരം നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മുടെ ആലോചിച്ച് കഴിഞ്ഞാൽ ഹിസൈൻ അസബിലാണെങ്കിലും ഭാരതമാണെങ്കിലും ഈ കമലദളമാണെങ്കിലും അമരമാണെങ്കിലും മത്സരമാണ്. ആരാ ഇതിനകത്ത് സ്കോർ ചെയ്തെന്ന് പറയാൻ പറ്റില്ല. അതിനകത്ത് ഇപ്പോ ഞാൻ കൈതപ്ര സാറുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അതിനകത്ത് സുമുഹൂർത്തമായി സ്വസ്തിയില്ലേ, അത് ശരിക്കും അസാധ്യമായ പാട്ടാണ്. അതായത് സീതയെ ഭയങ്കരമായിട്ട്, ആശാന്റെ സീതയെ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് കൈതപ്രം അവതരിപ്പിക്കുകയാണ്. എന്നെയും ഞാനായി ജ്വലിപ്പിച്ച് നിർത്തിയ ഒരു അഗ്നിയെ പോലും അവിശ്വസിച്ചെങ്കിലും കോസല രാജകുമാര എന്നമെൻ സങ്കല്പ പാദപത്മങ്ങളിൽ തലചായ്ച്ചു വെച്ചേ ഞാൻ ഉറങ്ങാറുള്ളൂ, സീത ഉറങ്ങാറുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം എന്നിട്ട് പിടയ്ക്കുന്ന നാദം വിതുമ്പുന്നു ശോകാന്തരാമായണം ദിഗന്ധങ്ങളിൽ, അവിടെയൊക്കെ ഇങ്ങനെ മ്യൂസിക് ഇങ്ങനെ ടക്ക 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 ടക്കാന്ന് വരുന്നുണ്ട്. കുറേ ഒരു സീനിന് വേണ്ടിയിട്ട് ഞാൻ എത്രയോ തവണ ശരി ആ പാട്ട് ആ പടം കണ്ടെന്നറിയാം. അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു സീനും ആ പാട്ടും എല്ലാം കൂടി ശരിയും. അല്ല കൈതപ്പുറം രവിയേട്ടനും ശരി ഒരു വല്ലാത്തൊരു കോമ്പിനേഷനാണ്. അവര് ഹൃദയബന്ധമാണ്. രവിയേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ കൈതപ്പുറത്ത് സംഗീതം കൂടെ അറിയാവുന്നത് കൊണ്ട് രവിയേട്ടൻ്റെ ഉള്ളിലുള്ള ശരിക്കും കൊണ്ട് മനസ്സിലാക്കി ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഹിസൈൻ അസംബ്ലിയിൽ ഈ ദേവസ്വാദലം ശരിക്കും പറഞ്ഞാൽ കൈതപ്പുറം അഭിനയിച്ചിട്ട് മാഷാണ് പാടിയിരിക്കുന്നത്, മാഷിൻ്റെ പാട്ടാണ്. അതിനും ഒരു ഇത് കാരണം വെച്ചാൽ അതൊരു മത്സരമാണ് അവിടെ അല്ലേ, ഒരു കോമ്പറ്റീഷൻ പോലെ. കോമ്പറ്റീഷൻ വെച്ചാൽ പാടി ഫലിപ്പിക്കാൻ ഒരു ധികാരിയായിട്ടുള്ള ഒരു സംഗീതജ്ഞൻ. കൈതപ്പുറത്തിൻ്റെ വേഷം ശ്രീകുമാരാണ് അത് ആദ്യം പാടിയത്, എം ശ്രീകുമാരാണ് ആദ്യം പാടിയത്. എപ്പോഴും CD-യിലൊക്കെ ശ്രീകുമാറിൻ്റെ പാട്ട് മനോഹരമായി പാടി. ശ്രീകുമാറിനെ പറ്റി നമുക്കൊന്നും പറയാനില്ല, ശ്രീകുമാർ മനോഹരമായി പാടും, പക്ഷെ വേറൊരു രീതി മമ്മൂനുണ്ട്. അപ്പം അവിടെ എന്താ ഒരു പ്രശ്നം വെച്ചാൽ ശ്രീകുമാറിന് ദാസേട്ടനും ശ്രീകുമാറും അതാണല്ലോ ആ ഒരു സീനിൽ വരുന്നത്, ദാസേട്ടനുണ്ട്. അപ്പം
ഇത് കുറച്ചുകൂടി സുഖിപ്പിക്കണം, കുറച്ചുകൂടി നന്നാക്കണം എന്നുള്ള ഇതിൽ കുറച്ചുകൂടെ ലളിതമായിട്ടാണ് ശരിക്കും പറയുന്നത് ശ്രീകുട്ടൻ അത് എടുത്ത് പാടിയിരിക്കുന്നത്. സിറ്റുവേഷന് ചേരുന്നതല്ല, സിറ്റുവേഷനാണ്. ശ്രീകുട്ടൻ പാടിയെന്ന് ഒരു പ്രശ്നമല്ല, ഏറ്റവും മനോഹരമായിട്ടാണ് പാടിയിരിക്കുന്നത്. പക്ഷേ അവിടെ അങ്ങനെയല്ല. മറ്റാൾക്ക് ഞാൻ ബെസ്റ്റാണെന്ന് പറയുന്ന ഒരാൾ ധിക്കാരത്തോടു കൂടിയാണ് പാടി പറയുന്നത്. ആ ധിക്കാരം വേണം. അത് മോഹൻലാലാണ് പറഞ്ഞത്, രവിയേട്ട ഈ ധിക്കാരം രവിയേട്ടന് മാത്രമേ വരുള്ളൂ, വേറെ ആർക്കും വരില്ല, അതുകൊണ്ട് രവിയേട്ടൻ നിനക്ക് പാടിയാൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ രവിയേട്ടന് പിന്നെ നോക്കാനില്ലല്ലോ. രവിയേട്ടന് പൊതുവേ ഒരു പേരുണ്ട്, ധിക്കാരി എന്നാണ് രവിയേട്ടനെ ഫീൽഡിൽ വിളിക്കുന്ന പേര്. അത് രവിയേട്ടൻ്റെ ആ ഒരു എന്താ വെച്ചാൽ നമുക്കൊരു ആത്മവിശ്വാസം എപ്പോഴാണ് ഉണ്ടാവുക, നമ്മുടെ കഴിവുകളിലുള്ള വിശ്വാസം വരുമ്പോഴാണ് നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവും. അപ്പോൾ മാഷ് ചെയ്യുന്ന ഓരോ പാട്ടിനെ കുറിച്ച് മാഷിന് നല്ല ഉറപ്പുണ്ട്. കാരണം എപ്പോഴും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എനിക്കിഷ്ടപ്പെടണം എൻ്റെ പാട്ട്, ഞാൻ ചെയ്യുന്ന പാട്ട്, ഞാൻ കമ്പോസ് ചെയ്യുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, എനിക്കത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ, ഞാൻ ആസ്വദിച്ചാലേ മറ്റു ജനങ്ങൾ ആസ്വദിക്കുള്ളൂ അല്ലേ. ആ ഒരു കൺസെപ്റ്റോടു കൂടിയാണ് രവിയേട്ടൻ പാട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആർക്കും വിട്ടുകൊടുക്കില്ല. ഈ സിനിമയുടെ സംഗീതത്തിന് ആർക്കും എന്താ പറയുക ഒരു കോംപ്രമൈസും തയ്യാറാവില്ല. ഒരു അങ്ങനത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഫീൽഡിൽ ശരി അങ്ങനത്തെ ഒരു. പക്ഷെ വേറൊരു കാര്യത്തിലും മാഷിന് അങ്ങനത്തെ ഇല്ല. ഈ പാട്ടിന്റെ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസും തയ്യാറാവില്ല. കൈതപ്പുറത്തെ കുറിച്ച് സംസാരിക്കുന്ന സമയത്തായിരുന്നു നമ്മൾ വഴിതെറ്റിപ്പോയത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു പാട്ടെന്ന് പറയുന്നത് കണ്ണൂർ എന്ന് പറയുന്ന സിനിമയിലെ കടലറിയില്ല കരയറിയിൽ, സൂപ്പർ പാട്ടാണ്. ഒരുപക്ഷെ എനിക്ക് വിഷ്ണുവില് പനിനീരുമായി പുഴകൾ നീന്തി വന്ന കുളിര എന്ന് പറയുന്ന പാട്ട്, ഈ പാട്ടുകൾ രണ്ടും കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, മറ്റേതിനകത്ത് തന്നെ ഞാൻ തേടിയ ചന്ദ്രോദയമീ മുഖം എന്നിട്ട് മെയിൽ ആൻഡ് ഫീമെയിൽ ഇങ്ങനെ മാറി മാറി വരുന്നില്ലേ. അതേപോലെ മഴയത്ത് മുമ്പേ എന്ന് പറയുന്ന സിനിമ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എന്തിനു വേറൊരു സൂര്യോദയം എന്ന് പറയുന്ന ആ പാട്ടിൻ്റെ ഫീല്, അതിൻ്റെ വിഷ്വലൈസേഷൻ, അതിൽ മമ്മൂട്ടിയും ശോഭനയും നമ്മൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രേമത്തിന്റെ സുഗന്ധമൊക്കെ ഇല്ലേ. കൈതപ്പുറത്തിന്റെ പാട്ടുകളെ കുറിച്ച് പറഞ്ഞാൽ തീരില്ല, കുറച്ച് പാട്ടുകളോട് ഞാൻ പറഞ്ഞില്ല. കൈതപ്പുറത്തിന്റെ ഈ കാര്യം പറയുമ്പോഴാണ് കൈതപ്പുറം ഇവർ തങ്ങളുള്ള ആ ഒരു എന്താ പറയുക, പറയും എപ്പോഴും കെമിസ്ട്രി പറയുന്നത് അങ്ങനെയാണ് നമ്മൾ പറയപ്പെടും. കെമിസ്ട്രി വളരെ വർക്കൗട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. അത് ഇത്രയ്ക്കും പറയുകയാണെങ്കിൽ ഇപ്പം ഇവരുടെ പടത്തിൽ ഇപ്പം രജനീഷ് പറഞ്ഞ പോലെ എന്തിനു വേറെ സൂര്യോദയമാണെങ്കിലും ഈ ഇതില്ല കണ്ണൂരിലെ പാട്ടാണെങ്കിലും, പക്ഷേ കണ്ണൂരിലെ പാട്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഈ കടലറിയില്ല എന്നുള്ള പാട്ടൊക്കെ വളരെ ഇഷ്ടമാണ്. ശരിക്കും അതിൻ്റെ ചരണം വരുന്ന സമയത്തേക്കുള്ള ആ ഒരു ട്വിസ്റ്റ്, മാറ്റം നല്ല രസമാണ് ഒക്കെയാണ്. എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഇവർ തങ്ങളിലുള്ള ഒരു ഇത് പറയുകയാണെങ്കിൽ ഒരു കാര്യം മാത്രം ഞാൻ എടുത്ത് പറയാം, അയാൾക്ക് അത് എഴുതുകയാണെന്നുള്ള പടം. അതെ, ആ സമയത്ത് ഒരു സംഭവം എന്ന് വെച്ചാൽ ഇത് കമലാണല്ലോ ഡയറക്റ്റ് ചെയ്തിരുന്നത്. രവിയേട്ടനും കൈതപ്പുറത്തും കൂടെ എന്തോ ചെറിയൊരു സൗന്ദര്യപ്പിണക്കത്തിലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു സൗന്ദര്യപ്പിണക്കൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെ അത് രവിയേട്ടൻ പലപ്പോഴും ചിലയിടക്കൊക്കെ ഉണ്ടാകും. വലിയ പിണക്കൊന്നും ആയിരിക്കില്ല, ചെറിയ പിണക്കാരും. അപ്പോൾ കൈതപ്പുറമായിട്ടൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടായതിനു ശേഷം കൈതപ്പുറത്തിനോട് മിണ്ടാതെ കൈതപ്പുറത്ത് കൊടുത്ത് പടം ചെയ്യില്ല എന്നങ്ങ് തീരുമാനിച്ചു രവിയേട്ടൻ. എന്താ നാനയിലൊക്കെ കൊടുത്തായിരുന്നു അപ്പോഴും. എന്നിട്ട് ശരി കൈതപ്പുറമായിട്ട് ഞാൻ ഈ പടം ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തിരുന്നു. മുരളീധരനായിരുന്നു എൻ്റെ പ്രൊഡ്യൂസർ. അവർക്ക് ഈ അയാൾക്ക് അത് എഴുതിയാണ് പടം വരുന്ന സമയത്ത് രവിയേട്ടൻ തന്നെ വേണം നിർബന്ധം, അതോടൊപ്പം കൈതപ്പുറവും വേണം. അപ്പോൾ രവിയേട്ടൻ പറഞ്ഞില്ല, കൈതപ്പുറത്തെയും പാടം ചെയ്യില്ല എന്നുള്ള ആ ഒരു രീതിയിലായിരുന്നു. അങ്ങനെ എന്തിനു പറയുന്നത്, മദ്രാസിൽ നമ്മുടെ വീട്ടിൽ വെച്ചാൽ കമ്പോസിങ്, കൂടുതൽ പടത്തിനൊക്കെ വീട്ടിൽ വെച്ചിട്ടായിരിക്കും കമ്പോസിങ്. അപ്പോൾ കമലുണ്ട്, പ്രൊഡ്യൂസറുണ്ട്, എല്ലാവരും ഉണ്ട് വീട്ടിലിങ്ങനെ കമ്പോസിങ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പാട്ടുകളൊക്കെ പലതും ഇങ്ങനെ അപ്പോൾ കൈതപ്പുറം മദ്രാസിൽ വന്നിട്ടുണ്ട്, വുഡ്ലാൻഡ്സിൽ താമസിക്കുകയാണ്, ഹോട്ടലിൽ താമസിക്കുകയാണ്. പക്ഷേ വീട്ടിൽ രവിയേട്ടൻ കാണണ്ടെന്ന് പറഞ്ഞ് വന്നിട്ടില്ല. ആ പാട്ടുകളെല്ലാം പലതും ഇങ്ങനെ എഴുതിക്കൊണ്ട് വന്നിട്ട് മാനയൊക്കെ ആണെങ്കിൽ എഴുതിക്കൊണ്ട് ചെയ്തിട്ടാണ്. അപ്പോൾ ഏതോ നിദ്ര എന്നുള്ള പാട്ട് അപ്പം കൈതപ്പുറം എഴുതി അയച്ചത് രവിയേട്ടന് തൃപ്തിയായില്ല. പ്രൊഡക്ഷന്മാരെ കൊണ്ടുവന്ന് കൊടുത്തോണ്ടില്ല. ഇല്ല ഞാൻ ഉദ്ദേശിച്ച് ഇതായില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ കൈതപ്പുറത്തെ വിളിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ ആ പാട്ട് ഫോണിലൂടെ, അതായത് നല്ല രസമായിരുന്നു അന്നൊക്കെ. ഈ പ്രൊഡക്ഷന്മാരുടെ കൂടി ഉണ്ടാകും. ഇവിടെ നിന്ന് രവിയേട്ടൻ അല്ല അവൾ എഴുതി കൊടുക്കും, കൈതപ്പുറം അവിടെ നിന്ന് എഴുതി കൊടുക്കും, കൊണ്ട് നേരം രവിയേട്ടൻ്റെ വരും, രവിയേട്ടൻ അത് ചെയ്യും, അന്ന് രവിയേട്ടൻ നോക്കും, ശരിയായില്ല വീണ്ടും പോകും, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിരിക്കാം. അവസാനം എത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ശരി നടക്കുന്നില്ല. അവസാനം ഫോണിൽ കൈതപ്പുറം അവിടെയും രവിയേട്ടൻ്റെ ഇവിടെ ഇരുന്ന് ഫോണിലൂടെ രവിയേട്ടൻ്റെ പറഞ്ഞു കൊടുക്കുകയും കൈതപ്പുറം അപ്പോൾ തന്നെ ഫോണിലൂടെ അത് പറഞ്ഞു കൊടുത്ത് എഴുതുകയും ചെയ്ത പാട്ടാണ്. തങ്ങളിൽ കാണാൻ ചെയ്ത പാട്ടാണ് ഏതോ എതിര് തന്നെ പാട്ട്. ചിന്തിക്കാൻ പറ്റുമോ? അതാണ് കൈതപ്പുറം കൂടി എല്ലായിടം പറയും ഞാൻ രവിയേട്ടനും കാണണ്ട, പക്ഷെ രവിയേട്ടൻ എന്താ വേണ്ടെന്ന് എനിക്കറിയാം, അതുപോലെ രവിയേട്ടൻ അറിയാം ഞാൻ എന്താ എഴുതാൻ പോകുന്നതെന്ന്. അങ്ങനെ ഒരു പക്ഷെ ആ പാട്ടിൻ്റെ പിക്ചർ ഓർക്കുന്ന സമയത്ത് നമുക്കങ്ങനെ ചിന്തിക്കാനേ പറ്റില്ല കേട്ടോ. ആ ഒരു കാണാതെ ഇവർ തങ്ങളിലുള്ള ആ ഒരു അങ്ങനെ ആണ് ചെയ്തതെന്ന് പറയാൻ പറ്റില്ല. ശബ്ദത്തിന്റെ ഡെപ്ത് ഇല്ലേ,
അത് ഉപയോഗിച്ച പാട്ടുകളിലൊന്നാണ്. ഒറ്റക്കമ്പിയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ ഞങ്ങളുടെ കാലഘട്ടത്തിൽ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിലാണ് കേൾക്കുന്നത്. കിടിലൻ ശബ്ദമാണ്. അല്ല ദാസേട്ടൻ ഏറ്റവും ശരി അതേ പറഞ്ഞു വിട്ട അങ്ങനെയാണ്. ദാസേട്ടൻ ഡിബേറ്റ് പലരും പറയാറുണ്ട്. ഇപ്പോൾ നമ്മൾ പറയും എല്ലാ പാട്ടും ദാസേട്ടൻ പാടുന്നുണ്ട്, എല്ലാ മ്യൂസിക് ഡയറക്ടർ പാട്ടും പാടുന്നുണ്ട്, എല്ലാവരുടെയും കാണും. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ, ഇപ്പോൾ ഞാൻ പറയുന്നതല്ല വേറെ പലരും പറയുന്ന കേട്ടിട്ടുണ്ട്, ഇപ്പോൾ മാഷിൻ്റെയും ഒരു ഡിഫറൻസ് അനുഭവപ്പെടും. മാഷിൻ്റെ പാട്ട് പെട്ടപ്പോൾ മറ്റോട്ട് പാട്ട് കേട്ടോണ്ടിരുന്ന് പെട്ടെന്ന് മാഷിൻ്റെ ഒരു പാട്ട് വരുമ്പോൾ പാടിയത് അതും ദാസേട്ടനായിരിക്കും ഇതും ദാസേട്ടനായിരിക്കും. പക്ഷേ ദാസേട്ടൻ്റെ ഒരു ചേഞ്ച് കൊണ്ട് തോന്നും നമുക്ക്. അതെന്ത് സംഭവിക്കും? ദാസേട്ടനോട് തന്നെ പലപേരും ചോദിച്ചിട്ടുണ്ട്, അതെന്താ പിന്നെ ആ പാട്ട് പാടുമ്പോൾ മാത്രമായിരുന്നു. പക്ഷെ അതെന്താ പറയുമ്പോൾ അവർ തങ്ങളുള്ള ഈ പറഞ്ഞിട്ട് ഒരു ഇതാണോ എന്നിട്ട് ദാസേട്ടൻ പലയിടത്തും പറയാറുണ്ട്. പക്ഷെ അവനൊരു ഗായകനായത് കാരണം, രവിയേട്ടനൊരു മാഷ് ഒരു ഗായകനായത് കാരണം എൻ്റെ ത്രോട്ടിൽ വരുന്നതെല്ലാം അവൻ്റെ ത്രോട്ടിലും വരും. രവിയേട്ടനെ സംബന്ധിച്ചുകൊണ്ട് രവിയേട്ടൻ പാടിക്കൊടുക്കുക ചെയ്യുക, അല്ലാതെ വന്നിട്ട് ശരി ഹാർമോണിയിലോ മറ്റേ ഗിറ്റാറിലോ വായിച്ച് കാണിക്കുകയല്ല ചെയ്യുക. പാടിക്കൊടുക്കാൻ പറ്റുന്നൊരു മ്യൂസിക് ഡയറക്ടർ ആയിരുന്നല്ലോ മാഷ്. അപ്പോൾ അതുകൊണ്ട് മാഷിന് അങ്ങനെ പാടിക്കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് കുറച്ചുകൂടെ അത് എടുക്കാനും പറ്റും ഇവർക്ക്, അത് അങ്ങനെ തന്നെ ഉൾക്കൊള്ളാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ദാസേട്ടൻ പറയുന്നത് എൻ്റെ ത്രോട്ടിൽ വരുന്നതെല്ലാം അവൻ്റെ ത്രോട്ടിലും വരുന്നുണ്ട്, അതുകൊണ്ടാണ് ശരി എനിക്കത് അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്നത്, എനിക്കങ്ങനെ അത് റീപ്രൊഡ്യൂസ് ചെയ്യാനും പറ്റുന്നത് എന്ന് പറയാറുണ്ട്. അതൊരു ശരിയാണ്. അവർ തങ്ങളിലൊരു ശരിക്കും ഒരു ഗായകൻ മ്യൂസിക് ഡയറക്ടറിനുള്ള ബന്ധമേ അല്ല, ഇവർ തങ്ങളൊരു വേറൊരു റിലേഷൻഷിപ്പാണ് വന്നിട്ട് ശരിക്കും പറഞ്ഞു. ഈ സ്പീഡ് പാട്ടുകൾ ആ കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട്. ലാലേട്ടന് വേണ്ടിയിട്ട് ഒത്തിരി പാട്ടുകൾ ചെയ്യുന്നുണ്ട്. അതിലൊരെണ്ണമാണ് രാമായണക്കാറ്റ്, അഭിമന്യുവിലെ പാട്ട്. അഭിമന്യുവിൽ പാട്ടുകളെല്ലാം ഹിറ്റായിരുന്നു. അല്ലെങ്കിൽ ആ സിനിമകൾ ഹിറ്റാകുമ്പോൾ പ്രിയദർശൻ്റെ സിനിമകളൊക്കെ ആ കാലഘട്ടത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പം അഭിമന്യുവിലെ പാട്ടുകളും ഇതേപോലെ സൂപ്പർ ഹിറ്റ് മോഡിലുള്ള പാട്ടുകളാണ്. പക്ഷെ ദിലീപേട്ടന് വേണ്ടിയിട്ട് വേറൊരു പാട്ടുണ്ട്. എനിക്ക് അത് എന്താ പറയുക, ഡിഫറെൻറ്റ് ജോണറിൽ എന്ന് നമ്മൾ പറയില്ലേ, അത്തരം ഒരു പാട്ടാണ് കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണത്തിൽ ഏഴരകുമായി പൂവനികയിൽ. ഭയങ്കര രസം. അത് ഏഴരകുമായി, അത് നമ്മൾ ഡിഫറെൻറ്റ് ജോണറിലുള്ള പാട്ടാണ്. അത്തരം പാട്ടുകളിലെ ഡിഫറൻസ് ഉള്ള പാട്ട് മാമിന് ഇഷ്ടപ്പെടുന്ന ചില ഡിഫറെന്റ് പാട്ടുകൾ ഉണ്ടാവും. എല്ലാവരും അങ്ങനെ ആഘോഷമാക്കാത്ത ചില പാട്ടുകൾ. അതെ അതെ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. മിഴിരണ്ടിലും എന്ന പടത്തിനകത്ത് വാർമഴ വില്ലി എന്നൊരു പാട്ടുണ്ട്, നല്ലൊരു മനോഹരമായ പാട്ടാണ്. അതുപോലെ തന്നെ പഴയ കുറേ പടങ്ങളിൽ പഴയ ഒരു പാട്ട് നിങ്ങൾ കേട്ട് കാണാൻ സാധ്യതയില്ലായിരിക്കും. ശരി, പിന്നെ ഇത് നോക്കുമ്പോൾ മനസ്സിലാകും. മഹസർ എന്നൊരു പടത്തിനകത്ത് ഏതോ കിളിനാഥവൻ കരളിൽ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നൊരു പാട്ടുണ്ട്. മനോഹരമായൊരു പാട്ടാണ്, മനോഹരമായ പാട്ടാണ്. കുടപ്പനൊക്കെ ഒന്ന് ഹരി എഴുതിയ ഒരു പാട്ടാണ്. അന്ന് അദ്ദേഹം ദൂരദർശനിൽ വർക്ക് ചെയ്യുന്ന ഈ സമയത്ത് എഴുതിയ ഒരു പാട്ടാണ്. ടോപ്പിലും നിൽക്കാത്ത പാട്ടുകൾ കുറേയധികം പാട്ടുകളുണ്ട് കേട്ടോ. അതൊക്കെ ഈ മാഷിനെ സംബന്ധിച്ചോളം ചെറിയ എല്ലാ പാട്ടുകളും ഒരേ തരത്തിൽ ചെയ്യുന്നു. അത് മാഷ് പറയാറുണ്ട്, സിനിമയ്ക്കാണെങ്കിലും ആൽബങ്ങൾക്കാണെങ്കിലും നാടകത്തിനാണെങ്കിലും എല്ലാത്തിലും ഞാൻ ചെയ്യുന്നത് സംഗീതമാണ്. അതുകൊണ്ട് ശരി വേറെ വ്യത്യാസമൊന്നുമില്ല. അതുപോലെ വലിയ പ്രൊഡ്യൂസറാ വലിയ കമ്പനിയാ, ചെറിയ പ്രൊഡ്യൂസറാ ചെറിയ കമ്പനിയാന്ന് ഒരു വേർതിരിവും ഇല്ല. അതുകൊണ്ടാണ് ഈ ചെറിയ കമ്പനിയുടെ പടങ്ങളും അത്രയും ഹിറ്റായിട്ട് മാഷിന് ചെയ്യാൻ പറ്റിയത്. എന്ന് വെച്ചാൽ മാഷ് അങ്ങനെ വേർതിരിവ് കാണിക്കാറില്ല. സത്യനന്ദിക്കാടുമായിട്ട് താരകയെ ചെയ്യുന്നത്, താരക ഇപ്പോഴും ചിലരുടെയൊക്കെ ഫേവറേറ്റ് ആണ്, ആണല്ലേ? അപ്പോൾ പക്ഷേ ചിരിയോ ചിരിയിലെ 7 സ്വരങ്ങളുമാണ് ശരിക്കും രവീന്ദ്ര സംഗീതം എന്ന് പറയുന്ന ഒരു ടാഗ് കൊടുക്കുന്നത്. ഈ പിൽക്കാലത്തുള്ള പല കോമ്പോസിഷൻസിലും അത് കാണാം, അതിൻ്റെ ഒരു ഛായ കാണാം. ആ പാട്ട് ഇപ്പോഴും നമ്മൾ പാട്ടിനെ ശ്രദ്ധിക്കുന്നവർ പാടാൻ ശ്രമിക്കുന്ന ഒരു സാധനമാണ്. ആ ചിരിയോ ചിരിയുടെ ഒരു ബ്രേക്കിങ് ശരിക്കും രവീന്ദ്ര സംഗീതത്തെ അടയാളപ്പെടുത്തുന്ന ഒരു ബ്രേക്കിംഗ് ഉണ്ടല്ലോ. ആ സമയത്ത് എങ്ങനെയായിരുന്നു ഒരു അതിനെ നോക്കിക്കണ്ടത്? ഇപ്പം കുറച്ച് പാടങ്ങൾക്ക് ശേഷമാണ് ചിരിയോ ചിരി സംഭവിക്കുന്നത്. ആ ഒരു കാലം പറയും. തേനമയമ്പോ കഴിഞ്ഞിട്ടാണ് അത് ചെയ്തത്. തേനമയമ്പോക്ക് ചൂള കഴിഞ്ഞ് പിന്നെ 1 വർഷം 1 മാസം എന്നുള്ള ഒരു പാട്ട് എന്താണ് ഇനി എൻ്റെ ഓമലിനായി ഒരു ഗീതം എന്നൊക്കെ 1 വർഷം 1 മാസം എന്ന പടത്തിനകത്താണ് കേട്ടിട്ടുണ്ട് പാട്ട്. ഇത്ര നല്ല സൂപ്പർ മണ്ടറിയമ്മ. ഈ ചൂള ചെയ്ത അതേ കമ്പനിയുടെ പടമാണ് തോന്നുന്നത്, 1 വർഷം 1 മാസം എന്ന് പറഞ്ഞിട്ട് സോമനൊക്കെ അഭിനയിച്ച പടം. അതിനകത്ത് ഒരു നല്ല പാട്ടുണ്ട്. അങ്ങനെ അതിനും തേനമയമ്പം കഴിഞ്ഞു. പിന്നെ വരുന്നതിൻ്റെ ചാമരം കഴിഞ്ഞു. ചാമരത്തിൽ പിന്നെ മാഷ് പിന്നെ ആ ലതിക പാടുന്ന ഒരു പാട്ടേ ചെയ്തിട്ടുള്ളൂ. പിന്നെ മറ്റേ എം ജി രാധാകൃഷ്ണനാണ് പാടുന്നത്. അത് അവരുടെ ഉടക്കിയതുകൊണ്ടാണ്, വരുന്ന ചേട്ടനും കൂടെ ഉടക്കിയത് കാരണം മാറി അതുതന്നെ. പക്ഷേ ചിരിയോ ചിരി വരുന്ന സമയത്ത് രവിയേട്ടന് ഈ മഴ വലിയ ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ് മഴയെന്ന് പറയുന്നത്. രവിയേട്ടൻ തന്നെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. രവിയേട്ടൻ്റെ ഒരു പാട്ടുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ആ ഒരു പാട്ടിൻ്റെ ഒരു രീതി. അതുകൊണ്ടാണ് പറഞ്ഞത് ആ പാട്ടിൻ്റെ ഇത് പലതും കാണാൻ വരും എന്ന് പറഞ്ഞത്. അടിസ്ഥാനപരമായിട്ട് ആ മനസ്സിൽ കിടക്കുന്നത് മാഷൻ പറയുന്നത്, എൻ്റെ ഒരു സംഗീതത്തിൻ്റെ ഒരു രീതി ശ്രദ്ധിച്ചത് മാഷ് തന്നെ പറയുന്ന വാക്കുകളാണ്. ഒരു ചാറ്റൽ മഴയിൽ തുടങ്ങി പതിയെ വളർന്ന് പിന്നെ അത് ഹൈയിൽ പോയി ആ ഉച്ചസ്ഥായിൽ പോയിട്ട് പിന്നെ താഴേക്ക് വരിക ഒരു രീതി.
ആ ഒരു പരീക്ഷണമാണ് 7 സ്വരങ്ങളും. ഉം. അതെല്ലാം അതെ. മനസ്സിലാക്കും. ആരോ പാടുന്നുള്ളത് കേട്ട് നിങ്ങൾ പോയി അങ്ങനെ മേലെ പോയിട്ട് പിന്നെ താഴേക്ക്. ഈ ഇടയ്ക്ക് നമ്മുടെ ബാലേന്ദ്രൻ തന്നെ അതിൻ്റെ അവകാശം ഏറ്റെടുക്കുന്നുണ്ട്. ഒരിക്കലും അല്ല, ഉം. അവകാശം ഏറ്റെടുക്കുന്ന ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. അദ്ദേഹം പറയുന്നു ഞാൻ അങ്ങനെ പറഞ്ഞു, അങ്ങനെ വേണമെന്ന് പറഞ്ഞു. ഉം. ഒരിക്കലും അല്ല. അത് എന്നിട്ട് മാഷിൻ്റെ ആ ഒരു ശൈലി അതിനകത്ത് പ്രകടിപ്പിച്ചതാണ്. അതുകൊണ്ട് ശരി പ്രകടിപ്പിച്ചു. മാഷ് എപ്പോഴും പറയും ശരി. ആ ഒരു പക്ഷേ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടാവും ആ സിറ്റുവേഷൻ്റെ ഇങ്ങനെയാണ് എനിക്ക് വേണ്ടുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അതിന് പക്ഷേ ചില നേരത്തിലൊക്കെ നമ്മൾ കാണാറുണ്ട് ചില പേർക്ക് അവകാശവാദങ്ങൾ എടുക്കുന്നത്. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരുടെയും ഒരു കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ ഒരു പാട്ട് സക്സസ് ആകുള്ളൂ, അത് വേറെ വിഷയം എന്ന് വെച്ചാൽ. ഈ രവീന്ദ്രൻ മാഷിനെ സംബന്ധിച്ചിടത്തോളം ശരി, ഒരു പാട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഇടപെടലും ഇല്ലെങ്കിലും ആ സിറ്റുവേഷൻ ആപ്റ്റായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അതാണ് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതൊരു ഈശ്വര കടാക്ഷം തന്നെയാണ് അതങ്ങനെ ഉണ്ടാകുക എന്ന് പറയുന്നത്. അതിന് ഒരു മാറ്റി പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞിട്ട് ഹിസൈന സദുള്ളയോ മറ്റേ ഇതോ സിബിമലയിലിന് പോലും ഒരു പാട്ടിന് പോലും ഒരു മാറ്റി പറയേണ്ടി വന്നിട്ടില്ല ഒരു സിറ്റുവേഷൻ. അതുപോലെ ഈ ചിരി വന്ന സമയത്ത് പിന്നെ നമ്മളെന്നാലും അപ്പോഴൊന്നും ഇതായിരുന്നു, അത്ര എണ്ണത്തിലൊന്നും കൂടുതലല്ല. 1-2 പടമൊക്കെ ചെയ്യുക. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് രണ്ട് ആദ്യത്തെ കുട്ടികൾ ഇരട്ടകളാണ്, അത് കഴിഞ്ഞിട്ട് 3ാമത്തെ കുട്ടിയായി. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് ഉള്ളത്. അപ്പോൾ നമുക്ക് പറയും ഈ ചിരി ചെയ്യുന്ന സമയത്ത് ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസ് ആയിരുന്നു അത് ചെയ്തത്. തോന്നിട്ടും അത് ബിച്ചുവേട്ടനാണ് എഴുതിയത് വെച്ച്. ബിച്ചുവേട്ടൻ്റെ കൂടെ ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ അതിനകത്ത് നല്ലപോലെ ഉണ്ട്. പക്ഷേ എന്നാലും ശരി, ഈ പാട്ട് ചെയ്തതിന് ശേഷമാണ് രവീന്ദ്രൻ മാഷിക്ക് രവീന്ദ്ര സംഗീതം എന്നുള്ളൊരു ശാഖ അങ്ങോട്ട് ഉണ്ടാകാൻ തടിക്കും. പിന്നെ ഒരു ശൈലി വാർത്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പറയില്ല ഏത് പാട്ട് കേട്ടാലും മാഷിൻ്റെ ആണെന്ന് കൂട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ തുടക്കം തന്നെ മനസ്സിലാവും അല്ലേ, മാഷിൻ്റെ പാട്ടാണെന്ന്. മ്യൂസിക് തുടങ്ങുമ്പോൾ തന്നെ, പക്ഷെ മ്യൂസിക് തുടങ്ങുന്നത് വേറെ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും, പക്ഷെ പാട്ട് വരുമ്പോൾ വേറെ സംഗതികളൊക്കെ ആയിരിക്കും. അതേപോലെ നമ്മൾ ഇടയ്ക്ക് വിട്ടുപോയ പാട്ടാണ്, അത് വിടാൻ പാടില്ലാത്തൊരു പാട്ടാണ് ഒ.എൻ.വി. കുറുപ്പിന്റെ സുഖമോ ദേവി. അസാധ്യം എന്ന് വെച്ചാൽ ഒരു 2 വാക്കുകൾ കൊണ്ടിട്ട് ഒരു പല്ലവി മൊത്തം പാട്ടല്ലേ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ബെസ്റ്റ് എന്ന് പറയുന്നത്. ആ സുഖമോ ദേവിയുടെ കാര്യം പറയുമ്പോൾ അതിൻ്റെ തമാശ പറയുകയാണെങ്കിൽ ദാസേട്ടൻ ഇങ്ങനെ അമേരിക്കയിലിരുന്ന് വിളിക്കും, സുഖമോ രവി എന്ന് ചോദിച്ചിട്ടുണ്ട്, സുഖമാണോ ചോദിച്ചിട്ട് ആ പാട്ട് പാടും. അപ്പോൾ എന്നോട് നീയേ ആ ശോഭയ്ക്ക് സുഖമോ ശോഭ എന്നൊന്ന് പാടിക്കൊടുത്തേ എന്നാണ് അത് എപ്പോഴും ശരി. സുഖമോ ശോഭ എന്ന് വെച്ചാൽ ആദ്യം ഫോൺ എടുക്കുമ്പോഴത്തേക്ക് ആദ്യം ചോദിക്കുന്നത് എന്താ ഇങ്ങനെ സുഖമോ ശോഭ പാട്ട് പാടി വയ്ക്കും. അത് ഈ രജനീഷ് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. എന്നെ പോലെ തന്നെ ഒരു മഹാഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മഹാഭാഗ്യം എന്ന് തന്നെ പറയണം. കാരണം വെച്ചാലേ എൻ്റെ കുടുംബത്തിൽ ആരും സംഗീതമായിട്ട് വാസനയുള്ള ആൾക്കാരേ അല്ല കേട്ടോ, ഞാനും ഇല്ല, എൻ്റെ കൂട്ടത്തിലുള്ള ആരും ഇല്ല. പക്ഷേ എനിക്ക് ഭഗവാൻ ഇത്രയും വലിയൊരു സംഗീതം ഇങ്ങനെ തന്നു എന്നുള്ളത് വലിയ ഭാഗ്യം. പക്ഷേ ഈ മാഷ് ചെയ്ത പാട്ടുകൾ ഓരോന്നും ആദ്യം കേൾക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായത് അത് വേറെ ലെവലാണ്. അതല്ല, ട്യൂൺ ചെയ്യുമ്പോൾ ഒരു സിറ്റുവേഷൻ കേട്ടിട്ട് വന്ന് മാഷിൻ്റെ ഒരു കമ്പോസിങ് സ്റ്റൈലി എന്ന് വെച്ചാൽ സിറ്റുവേഷൻ കേട്ടിട്ട് ഡയറക്ടർ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അപ്പോഴത്തൊട്ട് വർക്ക് ആരംഭിക്കുകയായി. ഇരിക്കൊന്നുമില്ല, എവിടെ ഇരിക്കില്ല, നടന്ന് ഏതെല്ലാം ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇവിടെ ഇങ്ങനെ വർക്ക് നടന്നുകൊണ്ടേയിരിക്കും, ഏത് മ്യൂസിക് വർക്ക് നടന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ നടക്കുമ്പോഴത്തേക്കും ഇതൊക്കെ ഒരു ട്യൂൺ ഇങ്ങനെ മോളി കിട്ടും. ആ മോളിപ്പാട്ട് എന്നെ പാടി കേൾപ്പിക്കും ആദ്യം. അപ്പോൾ കേൾക്കാൻ ആദ്യമായിട്ട് എനിക്കാണ് ആ എനിക്ക് മോളിപ്പാട്ട് കേട്ടാന്ന് മനസ്സിലാവില്ല, അത് വേറെ വിഷയം അതുണ്ട്. പക്ഷെ അതിന് ലിറിക് കൂടെ കേൾക്കുമ്പോഴാണ് ശരി അതിൻ്റെ ഒരു ഫ്രെയിം കിട്ടുക എനിക്ക് അപ്പോഴാണ്. പക്ഷേ അത് കേൾക്കാനുള്ളൊരു ഭാഗ്യം കിട്ടുമെന്ന് വെച്ചാൽ സാധാരണ ഭാഗ്യമാണോ? അത് ഞാൻ എല്ലാവരും പറയും ഒരു മഹാഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കേൾക്കുന്നതിന് മുമ്പേ എനിക്ക് കേൾക്കാൻ മാഷ് ചെയ്ത പാട്ടിലൊക്കെ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഭഗവാന്റെ ഒരു വളരെ വലിയ ഒരു അനുഗ്രഹമാണ്. അങ്ങനെയാണ് ഈ ഓരോ പാട്ടുകൾ, ഒരേ പാട്ടുകളും വീട്ടിൽ വെച്ചായിരുന്നു കമ്പോസിങ്. എന്നുവെച്ചാൽ എല്ലായിടത്തും പോയി ചെയ്തിട്ടുണ്ട്, പലയിടത്തും പോയി ചെയ്തിട്ടുണ്ട്. അങ്ങനെ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ ഫോണിൽ വിളിച്ച് ട്യൂൺ അപ്പം പാടി കേൾപ്പിക്കും. ആദ്യം ട്യൂൺ കേൾപ്പിക്കും, പിന്നെ ലിറിക്കോടെ കേൾപ്പിക്കും. അങ്ങനെ കേൾപ്പിക്കും. ഞാൻ കേൾക്കാത്ത ശരിക്കും പറഞ്ഞാൽ മാഷ് ചെയ്ത ഒരു പാട്ടുകളും ഉണ്ടാവില്ല. കാരണം നമ്മൾ അപ്ഡേറ്റ് ചെയ്യില്ല, അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ചെയ്ത് എവിടെയെങ്കിലും പുറത്ത് സ്ഥലങ്ങളിലാണെങ്കിൽ ദേവേട്ടൻ പ്രൊഡ്യൂസർമാർ പറയുന്നതാണ് ആദ്യം നിർബന്ധമില്ലാത്തൊരു മനുഷ്യനാണ്, ഒറ്റ നിർബന്ധവും ഇല്ല. ഇപ്പോഴത്തെ മ്യൂസിക് ഡയറക്ടർക്ക് ഹോങ്കോങ്ങിൽ പോയാലേ ട്യൂൺ വരുള്ളൂ, സ്വിറ്റ്സർലൻഡിൽ പോയാലേ വരുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒന്നും ഒരു പ്രശ്നവും ഇല്ല. എവിടെ ഒരു മുറി വേണം, ഒരു AC മുറി വേണം, ഒരു 555 പാക്കറ്റ് സിഗരറ്റ് വേണം, ഫോൺ വേണം, മസ്റ്റ് ശോഭയെ വിളിക്കണം. നിമിഷം വിളിച്ചുകൊണ്ടിരിക്കും, മണിക്കൂറിന് വിളിച്ചുകൊണ്ടിരിക്കും. ശരി, അവർക്ക് തന്നെ ശരി പറഞ്ഞോണ്ടിരിക്കും. എന്നോട് വിളിച്ച് ചോദിക്കും, ശരി ചേച്ചി എനിക്കിപ്പോൾ എങ്ങോട്ടൊന്നും അനങ്ങാൻ പറ്റില്ല. നമ്മളില്ല പറ്റില്ല, അന്ന് ലാൻഡ് ഫോണല്ലേ ഉള്ളൂ, ലാൻഡ് ഫോണിൻ്റെ മുന്നിൽ ഇരിക്കണം, 1ാമത്തെ അടി 2ാമത്തെ അടിക്ക് എടുത്തിരിക്കണം എന്നുള്ളതാണ് ഫോണ്. അങ്ങനെ വിളിച്ചിട്ട് ഇത് പറഞ്ഞത് അവരൊക്കെ വിചാരിക്കും ഈ ആരോടായി പാടി കേൾപ്പിക്കുന്നത്, ആരോട് അവതരിക്കുന്നത്, നമ്മളോട് പാടി കേൾപ്പിക്കുന്നതാ. ഡയറക്ടർ ഓക്കെ ചെയ്തില്ലെങ്കിൽ ശരി നമ്മളോട് പാടി വെച്ച് തൃപ്തിയായി കഴിഞ്ഞാൽ ഇവരുടെ തൃപ്തിയാകും. അപ്പോൾ അതൊക്കെ ഒരു
ഈ ജന്മത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു സൗഭാഗ്യം. ഒരുപാട് ദൂരം ഒരുപാട് പാട്ടുകളെ കുറിച്ച് പറയാനുണ്ട്. ഇപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരി വരെ എത്തുമ്പോൾ നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചാണ് ഗിരീഷ് പുത്തഞ്ചേരി വരെ എത്തേണ്ടത്. അതൊരു ഇറയാണ്. ആ കാലഘട്ടത്തിൽ എത്തുന്നതിന് മുമ്പ് സഹായിച്ച ആൾക്കാരെന്ന് പറയുന്നത് കെ ജയകുമാർ സാറ്, കുടജാദ്രിയിലും സൗപർണികാമൃതവും. എനിക്ക് കുടജാദ്രിയിൽ ശരിക്കും നീലക്കടമ്പിലെ പാട്ടുകൾ പുറത്തു വന്നിട്ടില്ല, പക്ഷേ അത് പാട്ടുകൾ പുറത്തു വന്നു, സിനിമ പുറത്തിറങ്ങിയിട്ടില്ല. അസാധ്യ പാട്ടുകളായിരുന്നു കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി. കാരണം ഒരുപക്ഷെ അതെ അതെ നീലക്കുറിഞ്ഞുകൾ പൂക്കുന്ന നേരം ചിത്രചേച്ചി അസാധ്യമായി പാടിയിട്ടുള്ള പാട്ടാണ്. പറഞ്ഞല്ലോ എനിക്ക് മറക്കാൻ വരാതെ പോലൊരു വിഷമമുള്ള. അതെ 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 ചിത്രചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും ഈ ഭക്തിഗാനത്തിൽ കുടജാദ്രിയിൽ കുടികൊള്ളും എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഭക്തിഗാനങ്ങളിൽ ഒന്നാണ്. സൗപർണികാമൃതം ഉണ്ട്, പക്ഷെ അതോടൊപ്പം തന്നെ കുടജാദ്രിയിൽ നമുക്ക് ഒഴിവാക്കാൻ, ഭക്തിഗാനങ്ങളുടെ ശ്രേണിയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്തൊരു പാട്ടാണ്. ഇത്തരം പാട്ടുകൾ ഇപ്പോൾ കെ ജയകുമാർ സാറിന്റെ പല പാട്ടുകളുണ്ട്. ഒരുപക്ഷെ ബട്ടർഫ്ലൈസിലെ വാവാ മനോഹര എഞ്ചിനിയൊക്കെ വേറൊരു തരത്തിലാണ്. എനിക്ക് അതിലൊരു ഹായും ഒക്കെ ചേർത്തിട്ട് അതിന്റെ ഒരു കഥയും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ജയകുമാർ സാറുമായിട്ടുള്ളൊരു കോമ്പിനേഷൻ പറയും. ജയകുമാർ സാർ നോക്കുന്ന ഈ മാഷുമായിട്ട് ചെയ്ത എല്ലാവരുമായിട്ട് നല്ലൊരു, അതായത് ചിലവർക്കൊരു ഇതുണ്ടായിരുന്നു, ഒരു എന്താ പറയുന്ന ഒരു ജോഡി ഉണ്ടായിരുന്നു. മാഷിനെ കുറിച്ച് അങ്ങനെ എല്ലാവരുമായിട്ടും ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ പാട്ടുകളും ഹിറ്റുകളും അല്ലേ, എല്ലാവരുമായിട്ട് ചേർന്നിട്ടുള്ള ജോഡി ചേർന്നിട്ടുള്ളതും പ്രത്യേകിച്ച് ഒരു ടീമൊന്നും പറഞ്ഞാൽ പറ്റില്ല. എല്ലാം ലിറിലേറ്റോട് ചേർന്ന പാട്ടുകളും ഹിറ്റുകളാണ്. അതുകൊണ്ട് എന്നിട്ട് പണ്ടൊക്കെ എല്ലാവരും മത്സരമായിരുന്നു. ബിജുവിൻ്റെ വൈഫ് പറയും അവർ തമ്മിലുള്ളതാണെന്ന്, കാതർക്കാട് വൈഫ് പറയും ഈ കാതർക്കാട് ചേർന്ന പാട്ടുകളാണ് എൻ്റെ ഹിറ്റ് എന്ന് പറയും. ഇങ്ങനെ മത്സരമായിരുന്നു അപ്പോഴവർ. അപ്പോൾ അതുപോലെ ജയകുമാർ സാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാട്ട് അറിയാമല്ലോ, നമുക്ക് ഒട്ടും പിക്ചറൈസും പോലും ചെയ്യാത്തൊരു പാട്ടാണ്. പക്ഷേ അത്രയ്ക്കും ഏറ്റവും നമ്മൾ വെച്ചാൽ മാഷ് അന്ന് ഈ കുടജാദ്രി ഒന്നും കണ്ടിട്ടേ ഇല്ല കേട്ടോ. കുടജാദ്രിയെ കണ്ടിട്ടില്ലാത്ത സമയത്താണ് ഈ കുടജാദ്രി പാട്ട് ചെയ്തത്. ആ പാട്ടൊന്ന് ആലോചിച്ച് നോക്കണം. പിന്നീട് നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ ശരിക്കും കുടജാദ്രി മല, മാഷിൻ്റെ സങ്കല്പം കുടജാദ്രി മല അമ്മയെ പ്രദക്ഷിണം ചെയ്യുന്നതായിട്ടാണ്. ആ ബീജിയം കേട്ടാൽ നല്ലപോലെ നമുക്ക് മനസ്സിലാകും ആ ഒരു പ്രദക്ഷിണമാണ് അത് ഉദ്ദേശിക്കുന്നതെന്ന്. പക്ഷെ എങ്ങനെ കാണാതെ ചെയ്തു എന്നുള്ളതാണ്, കാണാതെ ആ സങ്കല്പത്തിൽ കൊണ്ടു. പക്ഷെ അത് അത്രയാണ് അമ്മയുടെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്. മൂകാംബിയമ്മയുടെ ഒരു അനുഗ്രഹം കൂടി ഉണ്ടായതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും ഇന്നും മൂകാംബിയിൽ എന്നും ഇടുന്ന പാട്ടാണ് ഈ കുടജാദ്രി എന്നുള്ള പാട്ട്, രാവിലെ ഇവിടെ ഇടുന്ന പാട്ടാണെന്ന് കേട്ടോ. ഏറ്റവും ശരി, എന്നെ സംബന്ധിച്ചോളം ശരി. അത് ആക്ച്വലി വന്നിട്ട് ചിത്രയാണത് പാടിയത്, ഫീമെയിൽ സോങ് ആയിരുന്നു. അതുകൊണ്ട് അത് പാടി കേട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ ദാസേട്ടൻ പാടണമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ദാസേട്ടൻ്റെ വേർഷനാണ് ഹിറ്റായത്, ഏറ്റവും ടോപ്പ് ഹിറ്റായത് ആ പാട്ടാണ്. അത് അതിനകത്ത് ആ പാട്ടിനകത്ത് അതുപോലെ നീലക്കടമ്പുകൾ അതിനകത്തുണ്ട്. നീലക്കടമ്പുകളിൽ നിന്നൊരു പ്രത്യേക ട്യൂൺ ചെയ്തിട്ടുണ്ട്. നീലക്കടമ്പുകളിൽ ഇങ്ങനൊരു പാട്ടില്ലേ, അതിൻ്റെ ഒരു വേറെ മാഷാണെന്ന് പറയില്ല, അതിൻ്റെ വേറെ ഒരു പാട്ടാണ്, വേറൊരു സാധനമാണ് കേട്ടോ. എന്നിട്ട് എന്താ അത് ദാസേട്ടൻ പാടിയിരിക്കുന്നത് കേൾക്കണം. ഒരു ഒരു ഒഴുക്കാണത്, ഒരു കേട്ടിട്ടില്ലേ പാട്ട്? അതിനകത്ത് തന്നെ കേട്ടിട്ടുണ്ട് ശരി. പിന്നെ നീലക്കുറിഞ്ഞികൾ, ദീപം ഇതൊക്കെ അതിനകത്തുള്ള എല്ലാം നല്ല പാട്ടുകളാണ്. ജയകുമാർ സാറിട്ട് നല്ലൊരു ട്യൂണായിരുന്നു. പിന്നെ ഈ സൗവർണികയിൽ എഴുതുമ്പോഴും ശരി മൂകാംബിയിലൊക്കെ ഈ ബാബാ മോഹൻസിൻ്റെ പറയണമെങ്കിൽ നീ സാറ് ഒരു IAS ഓഫീസർ ആ ഒരു ഇതിലിരിക്കുന്ന ഒരാളാണ്. ഈ സിറ്റുവേഷന് അങ്ങനത്തെ ഒരു പാട്ടാണ് വേണ്ടുന്നത്. അദ്ദേഹം എഴുതുന്ന വളരെ നല്ല ഇതായിട്ടുള്ള എന്താ ക്ലാസ് ആയിട്ടുള്ള വരികളായിരുന്നു. അപ്പോൾ അത് അങ്ങനെ വെക്കാൻ പറ്റില്ല. ഈ കോമഡി പാട്ടിൽ ക്ലാസ് വരികൾ വന്ന് ശരിയാകാത്താണ് രവിയേട്ടൻ മാറ്റിയതാ വരികൾ. അതിനാണ് ഇവർ തങ്ങൾ ചെറിയൊരു കോൺവെർസേഷൻ പേര് അദ്ദേഹത്തിന്റെ അല്ലേ വന്നത്, പക്ഷെ അത് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ, 4 വരികൾ മാത്രമേ ഉള്ളൂ, പല്ലവി മാത്രമേ ഉള്ളൂ, മൊത്തമൊന്നും മാഷിന്റെ അല്ല. പക്ഷെ ആ ഒരു തുടക്കം അങ്ങനെ വേണമെന്നപ്പം ജയകുമാർ സാർ എഴുതാൻ തയ്യാറായില്ല. ജയകുമാർ സാർ പറഞ്ഞ ശരി, അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റാറ്റസിന് അത് ചേരില്ല അങ്ങനത്തെ ഒക്കെ പാട്ട് എഴുതുന്നതേ. അപ്പോൾ ചെയ്യില്ല, അതുകൊണ്ട് അദ്ദേഹം അതിനകത്തൊന്നും. പിന്നെ രവിയേട്ടൻ എഴുതുമ്പോൾ ശരി എന്തെങ്കിലും ആയിക്കോന്ന് പറഞ്ഞ് വിടുകയായിരുന്നു ചെയ്തത്. ശ്രീകുമാരൻ നമ്പി സാറിന്റെ ഇന്നും എൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു, അതേപോലെ പാടാം നമുക്ക് പാടാം, അതിനകത്ത് ലെറ്റ് us sing the song of love, thanks of love എന്ന് പറയുന്ന സാധനമുണ്ട്. ഒരുപക്ഷെ ആ യുവജനോത്സവത്തിൽ ആ പാട്ടുകളില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ആ പടം കാണണ്ടെന്ന് വിചാരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. 2 പാട്ടും ആണെങ്കിലും അതാണെങ്കിലും അല്ല ആ യുവജനോത്സവത്തിൽ ഇന്നും എടുക്കാൻ പറ്റുന്ന പാട്ടല്ലേ, ഇന്നും ആ ഒരു സിറ്റുവേഷനില്ല. പിരിഞ്ഞു പോകുന്ന സമയത്ത് പാടുന്നതാണല്ലോ, ഇപ്പോഴും പാടാവുന്ന പാട്ടല്ല. അതിന് ആ ചുമ്മാതെങ്കിലും ശരി ആ പാട്ട് പാടിക്കൊണ്ടുണ്ടോ എല്ലാവരും. അതുപോലെ അത് തമ്പിച്ചേട്ടനായിട്ട് കുറച്ച് പടങ്ങളെ വർക്ക് ചെയ്തിട്ടുള്ളൂ, പടങ്ങളെ ചെയ്തിട്ടുള്ളൂ. എങ്കിലും ഈ ഒരു ഇന്നും എൻ്റെ കണ്ണുനീരിൽ ഇന്ന് ഒരു പ്രോഗ്രാമിനും മാറ്റി വെക്കാത്ത പാട്ടുകളാണ് ആ പാട്ടുകളൊന്നും അല്ലേ. പക്ഷെ തമ്പിച്ചേട്ടനോട്ട് ഒരുപാട് ആൽബം സോങ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആൽബം സോങ്ങുകൾ ചെയ്തിട്ട് തമ്പിച്ചേട്ടനോട്ടാണല്ലോ ഒരുപാട്. പിന്നെ മറ്റേ എന്നും ചിരിക്കുന്ന സൂര്യൻ്റെ ശങ്കദർ അതൊക്കെ തുടങ്ങി ഒത്തിരി പാട്ട് ചെയ്തിട്ടുണ്ട് തമ്പിച്ചേട്ടനുമായിട്ട്. ഭാസ്കര മാഷിനെ അതിൽ വെങ്കലത്തിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ. ആറാട്ടുകട വെങ്കൽ അരയ്ക്കൊപ്പം വെള്ളത്തിൽ, പേരാറ്റിൻ പുലർമങ്ക,
നീരാട്ടിനിറങ്ങി. എന്നിട്ട് ചെമ്പൊന്നിൻ ചെപ്പുകുടം കടവത്ത് കമഴ്ത്തി തമ്പുരാട്ടി പുലർമയിൽ പിന്നെ മുങ്കാങ്കുഴിയിട്ടല്ലോ എന്ന് അവർക്ക് പറയുന്ന എന്താ അസാധ്യമായ വരികളാണ്. വരികളാണ്. പിന്നെ അതും വരികളാണ് കേട്ടോ. ഭാസ്കരൻ മാഷും വരി എഴുതി ചെയ്യാൻ സമ്മതിക്കുള്ളൂ. വയൻവി സാറും ഭാസ്കരൻ മാഷും വരികൾക്ക് മ്യൂസിക് ചെയ്യാൻ മാത്രമേ സമ്മതിക്കുള്ളൂ. മാറ്റി ട്യൂണിന് എഴുതാൻ തയ്യാറാവില്ല അവർ. വെച്ചാൽ അവരൊക്കെ അത്രയ്ക്കൊരു ലെജൻസ് ആയിരുന്നല്ലോ അന്നത്തെ ആ ഒരു അവിടെ ആയിരുന്നു. അപ്പോൾ അതുപോലെ അത്രത്തോളം അവർക്ക് അതിനെപ്പറ്റി ഇതുണ്ട്. എന്നിട്ട് അപ്പോഴാണ് ഭാസ്കരൻ മാഷോട്ട് രവിയേട്ടനും ഈ പറഞ്ഞിട്ട് കുറച്ച് പടങ്ങളെ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരു പ്രതീക്ഷ എന്ന പടത്തിൽ മൂടുപടം മാറ്റി വരും എന്നൊരു പാട്ടുണ്ട്. നല്ല രസമാണ് ആ പാട്ട്. പക്ഷെ അതൊന്നും ശരി ആൾക്കാരധികം കേട്ടിട്ടില്ലാത്ത പാട്ടുകളാണ്. പിന്നെ അതുപോലെ തച്ചോളി തങ്കപ്പൻ എന്നൊരു പടത്തിനകത്ത് പിന്നെ നല്ലൊരു ഒപ്പനപ്പാട്ടുണ്ട്. ഈ ഭാസ്കരൻ മാഷ് എഴുതിയ ഒപ്പനപ്പാട്ടും അത് ആ സമയത്തൊക്കെ നല്ലപോലെ ആ സമയത്ത് കുറച്ച് ശ്രദ്ധിക്കപ്പെട്ടായിരുന്നു. പക്ഷെ പിന്നീട് അത്ര ആരും ഉപയോഗിച്ച് കണ്ടില്ല. പോപ്പുലർ പാട്ട് ഇരു ഹൃദയങ്ങളിൽ ഒന്നായി മീട്ടും. അതെ, അതിൽ ഇതൊക്കെയാണ് ചെയ്തത്. അല്ലാതെ പറഞ്ഞ കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുള്ളൂ ഭാസ്കരൻ മാഷുമായിട്ട്. ശരിയായിട്ട് നാണമാകുന്നു മേനി നോകുന്നു എന്ന് പറയുന്ന പാട്ട് മോഹൻലാലും ചിത്രം കൂടെ ചെയ്തത്. അതെ അതെ അതെ. ആ പാട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പാട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ജോണറിലുള്ള പാട്ടുകൾ അധികം ഇല്ല. ഒരുപക്ഷെ സ്ഫടികത്തിൽ ചിത്ര ചേച്ചി പിന്നെ പാടിയ പാട്ടാണ് ഇതുമായിട്ട് ഒന്ന് കോമ്പീറ്റ് ചെയ്യുന്നത്. ചിത്രമല്ലല്ലോ വാണി ജയറാം പാടിയ പാട്ടാണ്. ആ പാട്ടിന്റെ ഒരു സാഹചര്യം കൂടെ പറയും. അതിന്റെ മാഷിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു പടത്തിൻ്റെ സിറ്റുവേഷൻ മാത്രമല്ല കേൾക്കുക, പടത്തിൻ്റെ കഥ മുഴുവനും കേൾക്കും. ആ ഒരു ഇൻവോൾവ്മെൻറ്റ് കൂടുതലുണ്ടാകുന്ന അപ്പോഴാണ്. പക്ഷേ കഥ മുഴുവനും അറിയണമെങ്കിൽ കുറച്ചുകൂടെ അതിനകത്ത് അങ്ങനെയാണ് മാഷിൻ്റെ ഇത്. പിന്നെ സ്റ്റേജുകളിലൊക്കെ പാടാൻ ആൾക്കാർക്ക് മടിയാണ്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു പ്രോഗ്രാമിന് ഈ പാട്ട് ഒരു പാട്ടുകാരി പാടേണ്ടതെന്നായിരുന്നു. അവർക്ക് പാടാൻ സ്റ്റേജിൽ പാടാൻ വളരെ നാണക്കേട്, നാണം തോന്നി. നാണക്കേടെന്നല്ല, നാണം തോന്നി. അത് കാരണം ശരി അവരത് പാടിയില്ല. നമ്മുടെ കൊച്ച് മേഘനക്കുട്ടിയാണ് കയറി സ്റ്റേജിൽ കയറി പാടിയത്. ഒപ്പത്തിൽ മറ്റേ രവിശങ്കറും പാടി. ഇപ്പം ഇത്ര പാട്ടുകൾ മാത്രം, കുറച്ച് തേനും മയമ്പും അല്ലെങ്കിൽ പ്രമദവനം അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് പാട്ടുകൾ, ഒരു സെലക്റ്റീവായിട്ടുള്ള കുറച്ച് പാട്ടെടുത്ത് എല്ലാ വേദിയിലും സ്ഥിരം ആൾക്കാർക്ക് വേണം, ഇല്ലെന്നില്ല. ഞാൻ പറയും നിങ്ങൾ അത്രയ്ക്കുള്ള പാട്ട് 4-5 എടുക്കും. ബാക്കി എത്രയോ പാട്ടുകൾ കിടക്കുന്നു, അതൊക്കെ ഒന്ന് പുറത്ത് വരട്ടെ, അതിൽ പാടി വരട്ടെ ആൾക്കാരൊന്നും പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞ ഒരു പാട്ടാണ് ഈ നാണമാവുന്ന പാട്ട് കേട്ടോ. ഗിരീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്തൊന്നുമില്ല. സിനിമ ആരംഭിച്ച കാലം തൊട്ടുള്ള എല്ലാ പാട്ടുകളും അറിയാം, എല്ലാ ലിറിറ്റേഴ്സിനും അറിയാം, ഡയറക്ടേഴ്സിന് അതിൻ്റെ വരികൾ. ഗിരീഷിനൊക്കെ പാട്ട് എഴുതാൻ ഒരു 5 മിനിറ്റ് ഒന്നും വേണ്ട. വടക്കുന്നാഥൻ ചെയ്ത സമയത്ത് തന്നെയാണ് മറ്റേ രാശിയുടെ ലജ്ജാവതിയെ വന്ന സമയം. രണ്ടും ഒരുപോലെ ഹിറ്റായിരുന്നു ആ സമയത്ത്. ആ സമയത്ത് ലജ്ജാവതിയെ ട്രെൻഡ് മാറി എന്നും പറഞ്ഞിട്ട് ഒരു വലിയ കോളിളക്കം സൃഷ്ടിച്ച പാട്ടായിരുന്നല്ലോ. ആ സമയത്ത് ഒരു ഡയറക്ടർ, ആ പേരൊന്നും പറയുന്നില്ല, ഒരു ഡയറക്ടർ, ഒരു പുതിയ ഡയറക്ടറാണ് മാഷിൻ്റെ അടുക്ക വന്നിട്ട്, മാഷേ ട്രെൻഡൊക്കെ മാറി, മാഷ് അറിഞ്ഞില്ലേ? അതേപോലെയാണ് ഗാനമേള ശരി മേരി രാജേശ്വരി, ശരി മേരി രാജേശ്വരി. അതിനൊരു വലിയ കഥയുണ്ട്.